ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എപ്പോഴും ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് ഒരു പെയിൻറ്റിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്, വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്റ്റാൻഡ് എടുക്കാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ചേച്ചിയുടെ മോളാണ് എനിക്ക് ഈ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്രോക്കിൽ, എലൈൻ ഫ്രോക്കിൽ ഇതുപോലൊരു ഫ്ലവർ വരച്ചിട്ട് അതിൽ പെയിൻറ്റിങ് കൊടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഫ്ലവർ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ ഞാൻ ആദ്യം ഒരു ഫ്ലവർ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഫ്ലവറാണ്. അത് ട്രേസ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ വൈറ്റ് കാർബൺ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വൈറ്റ് കാർബൺ പേപ്പർ. ഇതുപോലെ നമുക്ക് യെല്ലോ കാർബൺ പേപ്പറും അതുപോലെ തന്നെ ബ്ലാക്ക്, ബ്ലൂ ഒക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഈ വൈറ്റ് കാർബൺ പേപ്പർ ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് നല്ല അങ്ങോട്ട് എടുത്ത് കാണിക്കില്ല, പക്ഷെ നമുക്കത് കാണുകയും ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതേപോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഈ ഒരു വൈറ്റ് കാർബൺ പേപ്പർ എടുത്തത്. അപ്പോൾ നമുക്ക് യെല്ലോ കാർബൺ പേപ്പർ ആണെങ്കിൽ ഒന്നുകൂടി നല്ല കാണാത്തവർക്ക് പോലും ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും യെല്ലോ കാർബൺ പേപ്പർ ഉണ്ടാവുക. പക്ഷേ അതാണെങ്കിൽ അങ്ങനെ എടുത്ത് കാണിക്കുമല്ലോ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇത്ര മതി കേട്ടോ. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള റൗണ്ട് ബ്രഷും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പോയിൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലെങ്ത്ത് കൂടിയ ടിപ്പുള്ള ബ്രഷ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും 2 എണ്ണം മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പോയിൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബ്രഷും അതുപോലെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ പെയിൻറ്റിങ് ചെയ്തെടുക്കുന്നത്. അത് മതി. ആ 2 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്, നമുക്ക് വേറൊരു ബ്രഷിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് ഈ ഡിസൈനിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ കട്ട് പീസുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുപോലെ തയ്ച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള കളേഴ്സ് ആക്രിലിക് കളേഴ്സാണ്. ക്യാമലിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ യെല്ലോ. പിന്നെ അടുത്തത് നമ്മുടെ ഒരു മെറൂൺ കളർ ഉണ്ടല്ലോ, മെറൂൺ എന്ന് പറയാനും പറ്റില്ല, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ അടിയിലായിട്ട് ഞാനൊരു റൈറ്റിംഗ് പാഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിയിലല്ല വെക്കുന്നത്, ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട്, അതായത് മെയിൻ ക്ലോത്തിൻ്റെ അടിയിലായിട്ടാണ് ഞാൻ ഈ റൈറ്റിംഗ് പാഡ് വെച്ച് കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അടിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റൈറ്റിംഗ് പാഡ് തന്നെ വേണമെന്നില്ല, എന്തായാലും ഒരു പേപ്പർ ആയാലും കുഴപ്പമില്ല. പക്ഷേ പേപ്പർ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ, അതെടുത്താലും മതി കേട്ടോ, പൂവും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതുപോലെ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡുകളോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഈ ഒരു ലീഫിൽ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഓരോ ഇതളുകളിലുമാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഈ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രത്തോളം ക്ലിയർ ഇല്ല കേട്ടോ. അതായത് എടുത്ത രീതി ഒന്ന് മാറിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്താന്ന് പറയുക, ആ സാധനം എടുക്കാത്തുള്ളത് കൊണ്ടുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് ക്ലിയർ ഇല്ലയെന്ന്. എങ്കിൽ പോലും ഇത് അറിയാവുന്നവർക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഓരോ ഐഡിയാസ് കിട്ടുമല്ലോ. അതിനെന്തായാലും ഈ വീഡിയോ ഉപയോഗപ്പെടും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഞാനിതാ ഗോൾഡൻ യെല്ലോ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന്
സൈഡിൽ നിന്ന് മാത്രമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഡബിൾ ഷെയ്ഡാണ് വരേണ്ടത്. ഒരു സൈഡ് നല്ല ഡാർക്ക് ഷെയ്ഡും മറ്റേ സൈഡിൽ ലൈറ്റ് ഷെയ്ഡും ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് ഇതുപോലെ ഫസ്റ്റ് നല്ല ഡാർക്കായിട്ട് കൊടുക്കുക. മറ്റേതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് ആ ബ്രഷിൽ ഒന്ന് മുട്ടിച്ചാൽ മാത്രം മതി. എന്നിട്ടൊന്ന് ജസ്റ്റ് അതുപോലെ ഒന്ന് ഇതാക്കുക. അതിനുശേഷം നമ്മൾ സെൻറ്റർ ഭാഗത്തു കൂടെ ആ ഒരു ലൈന് കാണാതിരിക്കാനായിട്ട് അത് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ആ സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കണേ. ബ്രഷ് കൊണ്ട് ഒന്ന് നല്ലതുപോലെ വരച്ചെടുക്കണം. അപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു സൈഡ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കാനായിട്ട് ഒന്നുകൂടി ആ യെല്ലോ ഒക്കെ ഒന്ന് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുകയെന്ന്. അപ്പോൾ ഇതുപോലെ ആ സൈഡിൽ വരുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ചെറിയ ഇതായിട്ട് നമ്മൾ പെയിൻറ്റിലൊന്ന് മുക്കിയാൽ മതി. അല്ലാതെ നല്ലോണം അങ്ങോട്ട് പെയിൻ്റ് ആക്കിയിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സൈഡിൽ മാത്രമാണ് ഞാൻ കണ്ടില്ലേ കൂടുതലായിട്ട് ആ യെല്ലോ കളറ് ഡാർക്കായിട്ട് കൊടുക്കുന്നത്. മറ്റേതിൽ ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇന്ത്യൻ റെഡ് എന്നൊക്കെ പറയുന്ന ഒരു കളർ കിട്ടുമല്ലോ. ആ ഒരു റെഡ് കൊണ്ട് ഞാൻ നമ്മൾ യെല്ലോ ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ സൈഡിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഒരു കളർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തു കൊടുത്താലും ഒന്നുകൂടി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാനത് ചെയ്തു കൊടുക്കുന്നത്. മെറൂൺ കളറാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രഷിൻ്റെ അറ്റത്തൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതന്നെ മതി. ഇതിനെ നമ്മൾ ഒന്നുകൂടി അവിടെ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ കുറേ പെയിൻ്റൊക്കെ എടുത്തിട്ട് കൂടുതൽ കളറാക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ഷെയ്ഡ് മാത്രമാണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ചിലപ്പോൾ ഈ ഒരു ലീഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു ഫ്ലവർ മൊത്തം ഒന്ന് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ലീഫ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലീഫുകളും ഇതിലുള്ള ഫ്ലവറിനൊക്കെ ഒരേ കളർ തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഡാർക്ക് യെല്ലോയും അതേപോലെ ലൈറ്റ് യെല്ലോയും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്കൊന്ന് സ്പീഡിലൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇതേ യെല്ലോ കളർ കൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സിന് ഒരു ഔട്ട്ലൈനൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് ഒന്നുകൂടി ഡാർക്കർ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ആ റെഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈനും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല, എനിക്ക് ഇത്രയും മതി. ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ കട്ട് ബീഡ്സ് കൊണ്ട് എനിക്കൊരു ഔട്ട്ലൈൻ കൊടുക്കണമെന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കട്ടെ, എനിക്ക് എങ്ങനെയാണ് സമയത്തിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ലീഫ് ഫില്ല് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ലീഫിന് ഞാൻ നമ്മുടെ സാപ്പ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റിൻ്റെ കളറാണ് കേട്ടോ സാപ്പ് ഗ്രീന്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ലീഫ് ചെയ്യുന്നതും ഞാൻ ആദ്യം വൈറ്റ് കൊണ്ട് ഒന്ന് ലീഫിനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വൈറ്റ് കൊണ്ട് നമ്മൾ എങ്ങനെയാണോ യെല്ലോ ഫ്ലവേഴ്സ് ചെയ്തെടുത്തത് അതേപോലെ തന്നെയാണ് ഞാൻ ലീഫും ചെയ്തെടുക്കുന്നത്. ആദ്യം ആ ഒരു വൈറ്റ് ഫാബ്രിക് പെയിൻറ് കൊണ്ട് ലീഫിൽ മൊത്തം ഉള്ളിലൊന്ന് അങ്ങനെ കൊടുത്തു. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് നേരത്തെ ആ പൂവ് ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ സാപ്പ് ഗ്രീൻ കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ അടിയിൽ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഈ യെല്ലോ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഒരു മഞ്ഞയും പച്ചയായിട്ടുള്ള ഒരു ലീഫായിരിക്കും നമുക്ക് കിട്ടുക.
അതും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചിലപ്പോൾ പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ ആവുമോ, അല്ലെങ്കിൽ എന്നെയും കൊണ്ട് അത് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ആവും എല്ലാവർക്കും. പക്ഷേ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വെറുതെ മടി പിടിച്ചിട്ട് ഇരിക്കല്ലേ, അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ല, ചെയ്ത് നോക്കുക കേട്ടോ, ശ്രമിച്ച് നോക്കുക, അപ്പോഴെന്തായാലും പറ്റും. അതേപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ എത്ര പിക്ചേഴ്സാണ് നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഓരോ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ ട്രേസ് ചെയ്തിട്ട് അങ്ങനെയും വരച്ചെടുത്തോടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല കേട്ടോ. നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളിങ്ങനെ എല്ലാം കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങളെയും കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ലല്ലോ, ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും. അപ്പം നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ ഡ്രസ്സ് വേണമെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഹസ്ബൻഡോ അനിയനോ അങ്ങനെ അച്ഛനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഷർട്ടിലൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ഇതേപോലെ ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലീഫും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ലീഫുകളെല്ലാം ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. ഇതേപോലെ തന്നെയാണ്, എളുപ്പമാണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ എല്ലാതും നമ്മൾ ഇതേപോലെ കളർ ഡ്രസ്സിലെല്ലാത്തിലും നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം വൈറ്റ് കൊണ്ട് കൊടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കിട്ടുള്ളൂ. മറ്റത് കളറിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഇത് കിട്ടില്ല. അതിനാണ് നമ്മളെപ്പോഴും വൈറ്റ് കളർ കൊണ്ട് ഔട്ട്ലൈൻ അല്ല ഫുൾ ഫില്ലിങ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അതിനുശേഷം മാത്രം നമ്മൾ മെയിൻ കളേഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ലീഫും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാണ് കേട്ടോ. ഇനി ഫസ്റ്റത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ രണ്ടാമത് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ വൈറ്റ് ഫുള്ളായിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു സാപ്പ് ഗ്രീന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പകുതി ഷെയ്ഡ് മാത്രമാണ് നമ്മൾ ആ സാപ്പ് ഗ്രീന് കൊടുക്കുന്നത്. ഇതുപോലെ ആ സാപ്പ് ഗ്രീന് കൊണ്ട് ഒരു വശം മാത്രം നമ്മൾ ഷെയ്ഡ് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അടിയിൽ യെല്ലോ കളർ കൊണ്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വീഡിയോ എടുത്തത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ആ ഒരു ഇത് കാണിച്ചു തരാനായിട്ട് പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക, അവൾക്കും എന്നെ സഹായിച്ചതാണ്. അപ്പോൾ അവൾക്കും അത്രയല്ലേ അറിയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് കമൻറ്റ് ഇടല്ലേ, വീഡിയോ ക്ലിയർ ആയിട്ടില്ല, വീഡിയോ എടുത്തത് ശരിയായിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടണ്ട. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ശരിയാക്കിയിട്ട് തന്നെ ഇടാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഗ്രീൻ കളറിലും നമ്മുടെ ലീഫുകളും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ ലീഫുകളും ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ഡിസൈന് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയണ്ടേ. അപ്പം അങ്ങനെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ലീഫുകളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. മുകൾ വശം കുറച്ച് ഡാർക്കായിട്ടും അടിവശം ഒരു യെല്ലോ ഷെയ്ഡും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ മോട്ടിഫിലുള്ള എവിടെയൊക്കെയാണോ നമ്മുടെ ലീഫ് വരുന്നത് അവിടെയൊക്കെ ഞാൻ ഈ ലീഫിന് ഈ ഒരു കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് കൊണ്ടൊരു ഔട്ട്ലൈന് കൊടുക്കുന്നുണ്ട്, സെൻറ്റർ ഭാഗത്ത് മാത്രം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഫ് അല്ലാതെ നമ്മുടെ ഫ്ലവറിലും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ ആ ഒരു റെഡ് കളർ പോലെ ഉണ്ടല്ലോ, ആ ഒരു കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. റെഡ് അല്ല കേട്ടോ, മെറൂൺ ആണ്.
അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെയും ഇതുപോലെ നമുക്ക് ബ്ലാക്ക് കളറൊന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ. അപ്പം നമുക്ക് ഇനി ലീഫും ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ മോട്ടീഫ് വരുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ബ്ലാക്ക് ഔട്ട്ലൈനൊക്കെ വരുമ്പോഴാണ് ഒന്നുകൂടി നമ്മുടെ പൂക്കളൊക്കെ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക കേട്ടോ. എടുത്ത് കാണിക്കുമ്പോഴേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലീഫുകളും ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ ലീഫുകളും ഇതുപോലെ സെൻറ്റർ ഭാഗം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ബ്ലാക്ക് കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കർവായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ സൺഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബ്ലാക്ക് കളറിലൊരു സീഡ് ഉണ്ടാവുമല്ലോ, അതായത് ഒരു വിത്ത് പോലെ ഇങ്ങനെ ചെറിയ ഒരു തരിത്തരുന്നനെ. അപ്പോൾ അതാണ് ഞാനിവിടെ അതാണ് വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ കർവായിട്ട് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉൾവശത്തും ഞാനിതുപോലെ ഒന്ന് ജസ്റ്റ് ഈ ബ്ലാക്ക് കൊണ്ട് തന്നെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആ ഒരു പോയിന്റിലായിട്ട് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് ഓരോ വരകളൊന്ന് ചെയ്ത് കൊടുക്കുകയാണേ. കണ്ടില്ലേ, അത് സെൻറ്റർ ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നത് സാപ്പ് ഗ്രീൻ കൊണ്ടാണ് കേട്ടോ. സാപ്പ് ഗ്രീനും അതേപോലെ കുറച്ചൊരു വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നാം, പക്ഷേ ബ്ലാക്ക് അല്ല കേട്ടോ, സാപ്പ് ഗ്രീൻ ആണേ. അതിനുശേഷം അതിൻ്റെ ചുറ്റുമാണ് ഞാൻ ബ്ലാക്ക് കൊണ്ട് ഒരു വരകൾ കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ എന്നിട്ട് ഞാൻ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, ബ്രൗൺ കാപ്പി കളർ പോലത്തെ കളറ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും ഇത് കാണാനായിട്ട്, ഈ ഫ്ലവർ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബ്രൗൺ കളർ കൊണ്ട് എല്ലായിടത്തും ആ ഫുൾ ഫില്ലിംഗ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആ സാപ്പ് ഗ്രീൻ കൊണ്ട് ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടില്ലേ വൈറ്റ് കളർ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ബാക്കി കാണുന്ന ആ വൈറ്റ് കളറിലൊക്കെ ഞാൻ ആ ഒരു ബ്രൗൺ കളർ കണ്ടില്ലേ, ബ്രൗൺ കളറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇനി ബാക്കിയുള്ള ആ ഒരു എല്ലാം ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ഇതുപോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഫ്ലവേഴ്സിൽ ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ ഇതിൽ മറ്റേ കട്ട് ബീഡ്സ് കൊണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ പറ്റിയ വീഡിയോ ഇടാം കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അതായിരിക്കും ഒന്നുകൂടി നല്ല കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നമ്മളെ നെക്കിൻ്റെ സൈഡിലും ഇതിൻ്റെ ചെറിയൊരു മോട്ടീഫ് വരുന്നുണ്ട്, അതുകൂടിയും ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ആ ഫ്രോക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി കാണാം എങ്ങനെയാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ താഴത്തെ എല്ലാ ഫ്ലവേഴ്സിലും എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയോ, അയൺ ബോക്സ് വെച്ചുകൊണ്ട് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. എങ്കിലാണ് നമ്മുടെ ഈ നമ്മുടെ പെയിൻറ്റ് അവിടെ ശരിക്കും നല്ല ഫിക്സ് ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയ ആ ഒരു ഇതിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ തന്നെ ഉണങ്ങണം കേട്ടോ. ഉണങ്ങുന്നതിന് മുൻപേ അയൺ ചെയ്യരുത്, ഒരു ദിവസമൊക്കെ വയ്ക്കുക, അതിന് ശേഷം മാത്രം അയൺ ചെയ്യുക കേട്ടോ.
അതിനുശേഷം ഞാൻ ഒന്നുകൂടി ഞാൻ മറന്നു, നമ്മുടെ സെൻറ്റർ ഭാഗത്ത് അതായത് ഇതളുകളിൽ ഇതുപോലെ ആ ഒരു ബ്രൗൺ വെച്ചിട്ട് ജസ്റ്റ് ഓരോ വരകളൊന്ന് സെൻറ്റർ ഭാഗത്ത് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണല്ലോ നമ്മുടെ ഫ്ലവർ ഫുള്ളാവുന്നത്. ഞാനത് ഓർത്തില്ല. അതായത് ഇതൊക്കെ എടുത്തതിന് ശേഷമാണല്ലോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കത്തിയില്ല കേട്ടോ അതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എൻ്റെ മോള് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോ ഇടാനൊക്കെ പറ്റുള്ളൂ. എനിക്ക് കുറച്ച് ഒരു 2-3 ആഴ്ചയായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് ബ്ലൗസുകളൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു, കല്യാണ ബ്ലൗസുകളായിരുന്നു. അതുകൊണ്ട് ആ തിരക്കിൽ പെട്ടതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും നോക്കാം, വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നതിൻ്റെ അടിവശത്താണ് ഈ ഒരു ഡിസൈൻ വലിയ ഫ്ലവർ ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ എലൈൻ ഫ്രോക്കിൻ്റെ ഒരു സൈഡിലാണ്. അതേപോലെ നമ്മുടെ നെക്കിൽ ഇത്രയും ചെറിയൊരു ഫ്ലവറാണ് കേട്ടോ. നെക്കിൽ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എന്താ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഒരിക്കലും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, എൻ്റെ മോളിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ വെറുതെ പറയുന്നല്ലോ, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ. അപ്പോൾ ഇതാണ് ശരിക്കും ആ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത്. താങ്ക്